ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരേ ഒരു മാവിൽ 4 വെറൈറ്റി ദോശകളാണ് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ഐറ്റം മതി. എന്നാൽ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സാധാ ദോശമാവാണ് കേട്ടോ. അത് ഇതേപോലെ ഒരു തവി ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പൊടി ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയില്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള പൊടിയും അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ആ ഒരു പൊടിയാണ്. അത് ഇതേപോലെ നല്ലോണം ഒന്ന് ദോശൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബട്ടറും നെയ്യാണ് കേട്ടോ ഒന്നും കൂടി നല്ലത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദോശ റെഡി ആയിട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ദോശയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ച് ഇതേപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി വേണം കേട്ടോ. അതും കൂടി ഒഴിച്ച് ഇതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ സവാളയും കൂടി ഞാൻ ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു ദോശ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും തോന്നും. അതുപോലെ തന്നെ ഈ ദോശൻ്റെ ഒപ്പം ഇതൊക്കെ കഴിച്ചു പോകും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ദോശ ഉള്ളി ദോശയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവാള ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളിയും മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 4 ദോശ 4 വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലെപ്പോഴും പ്ലെയിൻ ദോശ കഴിച്ച് മടുത്തവർക്ക് എന്താണെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റും സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം.